നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചാലും. ഇത് നമ്മുടെ ജസ്ന സലീം വരച്ചിരുന്ന പടമാണ് കേട്ടോ. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? തീരെ നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇത് കൊണ്ടുവന്ന് ഒഴുക്കാൻ പോണത്. പാച്ചേട്ടാ അവമാനിക്കരുത്. ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? ഈ സാധനം ഇത്ര കുരുത്തങ്കെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ ഹിന്ദു സഹോദരങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അല്ലടാ എന്റെ ഈ ഫോട്ടോ വാങ്ങിച്ച ആരും ഇനി വഞ്ചിതരാവരുത്. അല്ല, അത് അവര് പറയുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാ ഈ ഫോട്ടോ വീട്ടിൽ വെച്ചേക്കരുത്, അപകടമാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇപ്പൊ ഞാൻ ശരിക്കും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് ഈ കഷ്ടകാലം പിടിച്ചു നിൽക്കുന്ന നേരത്തെ ഇങ്ങനെയൊന്നും പറയല്ലേ. വളരെ വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ ഈ ഫോട്ടോ കൊണ്ട് കളയുന്നതിന്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. എനിക്ക് അതിയായ വിഷമമുണ്ട് ഭഗവാന്റേതായതുകൊണ്ട്. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വല്ലേ. ഞാനിതിപ്പോ വാങ്ങിച്ചതിന് ശേഷം എനിക്ക് നഷ്ടങ്ങളല്ലാതെ ഒരിതും വന്നിട്ടില്ല. എന്റെ ഭഗവതിയെ എന്നും കൊട്ടുന്ന എന്നോട് എന്തിനീ പരീക്ഷണോ?